വിന്റർഫെല്ലിൽ നിന്ന് തുടങ്ങിയ യാത്ര ഇപ്പോൾ കിങ്സ് ലാൻഡിംഗിലെ ചതിക്കുഴികളിലെത്തി നിൽക്കുന്നു. ജോൺ ആരിന്റെ മരണത്തിനു പിന്നിലെ സത്യം തേടിയുള്ള നെഡ് സ്റ്റാർക്കിന്റെ അന്വേഷണം അപകടകരമായൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. എന്നാൽ ഇതൊന്നുമല്ല, വെസ്റ്ററോസിന്റെ ചരിത്രം തന്നെ തിരുത്തിക്കുറിക്കുന്ന യുദ്ധത്തിന് തിരികൊളുത്തുന്ന ഒരു കണ്ടുമുട്ടൽ ഈ എപ്പിസോഡിൽ കാത്തിരിക്കുന്നുണ്ട്. എല്ലാം മാറിമറിയാൻ പോവുകയാണ്. നമുക്ക് എപ്പിസോഡ് 4ലേക്ക് കടക്കാം. കഥ ആരംഭിക്കുന്നത് വിന്റർഫെല്ലിലാണ്. ബ്രാൻ സ്റ്റാർക്കൊരു സ്വപ്നം കാണുകയായിരുന്നു. സ്വപ്നത്തിൽ അവൻ വിന്റർഫെല്ലിന്റെ കോർട്ട്യാർഡിൽ നിന്ന് അമ്പെയ്തു പരിശീലിക്കുകയാണ്. പെട്ടെന്നൊരു കാക്ക അവിടേക്ക് പറന്നുവന്നു. ആ കാക്കയെ പിന്തുടർന്ന് ബ്രാൻ താഴെയുള്ള ക്രിപ്റ്റിലേക്ക്, അതായത് നിലവറയിലേക്കെത്തി. അവിടെ വെച്ച് ആ കാക്ക ബ്രാനെ ഉറ്റുനോക്കി. അത്ഭുതകരമെന്നു പറയട്ടെ, ആ കാക്കയ്ക്ക് 3 കണ്ണുകളുണ്ടായിരുന്നു. ഞെട്ടലോടെ ബ്രാൻ ഉറക്കമുണർന്നു. അപ്പോൾ തിയോൺ ഗ്രേജോയ് അവിടേക്ക് കടന്നുവന്നു. തിയോൺ ഗ്രേജോയ് പറഞ്ഞു, നമുക്ക് കുറച്ച് വിസിറ്റേഴ്സ് വന്നിട്ടുണ്ട്. ബ്രാൻ സ്റ്റാർക്ക് പറഞ്ഞു, എനിക്കാരെയും കാണണ്ട. അതുകേട്ട് പരിഹാസത്തോടെ തിയോൺ ഗ്രേജോയ് പറഞ്ഞു, ഈ ഓൾഡ് നാനിന്റെ കൂടെ മുറിയിൽ അടച്ചിരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിച്ചേനെ. എന്തായാലും നിനക്ക് വേറെ ചോയ്സില്ല. റോബ് കാത്തിരിക്കുകയാണ്. റോബ് സ്റ്റാർക്കാണ് ഇപ്പോൾ വിന്റർഫെല്ലിലെ പ്രഭു. അവൻ പറയുന്നത് ഞാൻ കേൾക്കും. ഞാൻ പറയുന്നത് നീയും കേൾക്കണം. ബ്രാനിന് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ഭീമാകാരനായ ഹോഡോർ അവനെ എടുത്തുയർത്തി ഹാളിലേക്ക് കൊണ്ടുപോകുന്നു. വിന്റർഫെല്ലിന്റെ പ്രധാന ഹാളിൽ റോബ് സ്റ്റാർക്കും മെയ്സ്റ്റർ ലുവിനും നിൽക്കുന്നുണ്ടായിരുന്നു. അവിടേക്ക് ടിറിയൻ ലാനിസ്റ്റർ കടന്നുവന്നു. വിന്റർഫെല്ലിലെ സ്വീകരണം അത്ര ഊഷ്മളമായിരുന്നില്ല. റോബിന് ടിരിയനെ കണ്ടപ്പോൾ ദേഷ്യം വന്നു. ടിരിയൻ പറഞ്ഞു, കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇതിലും നല്ല സ്വീകരണമായിരുന്നു. റോബ് ദേഷ്യത്തോടെ മറുപടി നൽകി, നൈറ്റ്സ് വാച്ചിൽ നിന്നുള്ള ആരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ടിരിയൻ പരിഹാസത്തോടെ ചോദിച്ചു, നൈറ്റ്സ് വാച്ചിൽ നിന്നുള്ള ആർക്കും? പക്ഷെ എനിക്കില്ല, അല്ലേ കുട്ടാ? റോബ് സ്റ്റാർക്ക് ദേഷ്യത്തോടെ പറഞ്ഞു, ഞാൻ നിന്റെ കുട്ടിയല്ല ലാനിസ്റ്റർ. അച്ഛനില്ലാത്തപ്പോൾ ഞാനാണ് വിന്റർഫെല്ലിലെ പ്രഭു. ടിരിയൻ പറഞ്ഞു, എങ്കിൽ ഒരു പ്രഭു കാണിക്കേണ്ട മര്യാദ നീ പഠിക്കണം. അപ്പോഴേക്കും ഹൊഡോർ ബ്രാനിനെ എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നു. ബ്രാനെ കണ്ടപ്പോൾ ടിറിയൻ കുശലാന്വേഷണം നടത്തി. ടിറിയൻ ലാനിസ്റ്റർ ചോദിച്ചു, നിനക്ക് കുതിരസവാരി ഇഷ്ടമാണോ ബ്രാൻ? ബ്രാൻ സങ്കടത്തോടെ പറഞ്ഞു, അതെ, എനിക്കിഷ്ടമായിരുന്നു. മെയ്സ്റ്റർ ലുവിൻ പറഞ്ഞു, കുട്ടിക്ക് കാലുകളുടെ സ്വാധീനം നഷ്ടപ്പെട്ടതാണ്. ടിറിയൻ ലാനിസ്റ്റർ ചോദിച്ചു, അതുകൊണ്ടെന്താ? ശരിയായ കുതിരയും സാഡലുമുണ്ടെങ്കിൽ, അതായത് ഇരിപ്പിടവുമുണ്ടെങ്കിൽ നടക്കാൻ കഴിയാത്തവർക്കും സവാരി ചെയ്യാം. ടിറിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ഞാൻ നിനക്കൊരു സമ്മാനം തരാം. ഇത് നിന്റെ സാഡ്ലറിന് കൊടുക്കുക. ടിറിയൻ ഒരു പേപ്പർ കൈമാറി. ബ്രാൻ സുരക്ഷിതമായി ഇരിക്കാൻ പാകത്തിലുള്ള ഒരു പ്രത്യേകതരം സാഡലിന്റെ ഡിസൈനായിരുന്നു അത്. ബ്രാൻ ആകാംക്ഷയോടെ ചോദിച്ചു, എനിക്ക് സത്യമായും സവാരി ചെയ്യാൻ കഴിയുമോ? ടിറിയൻ ലാനിസ്റ്റർ പറഞ്ഞു, തീർച്ചയായും. കുതിരപ്പുറത്തിരിക്കുമ്പോൾ നീ മറ്റാരേക്കാളും ഉയരത്തിലായിരിക്കും. ഇതെല്ലാം കണ്ട് സംശയത്തോടെ റോബ് സ്റ്റാർക്ക് ചോദിച്ചു, ഇത് വല്ല ട്രിക്കുമാണോ? എന്തിനാണ് നീ അവനെ സഹായിക്കുന്നത്? അതിനു മറുപടിയായി ടിറിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ക്രിപ്പിൾസ്, ബാസ്റ്റേർഡ്സ് ആൻഡ് ബ്രോക്കൺ തിങ്സ്, അതായത് തളർന്നുപോയവരോടും അനാഥരോടും തകർന്നുപോയവരോടും എനിക്കെപ്പോഴും ഒരു പ്രത്യേക സ്നേഹമുണ്ട്. അങ്ങനെ ടിറിയൻ അവിടെ നിന്നും പുറത്തിറങ്ങി. പുറത്ത് തിയോൺ ഗ്രേജോയ് ടിറിയനെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. ടിറിയൻ ലാനിസ്റ്റർ പറഞ്ഞു, എന്നെ യാത്രയയക്കാൻ വന്നതാണോ ഗ്രേജോയ്? നിന്റെ മാസ്റ്ററിന് ലാനിസ്റ്ററുകളെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. തിയോൺ ഗ്രേജോയ് ദേഷ്യത്തോടെ പറഞ്ഞു, അയാള് എന്റെ മാസ്റ്ററല്ല. ടിറിയൻ ലാനിസ്റ്റർ ചോദിച്ചു, ശരിയാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? ലേഡി സ്റ്റാർക്ക് എവിടെ? എന്താണ് എന്നെ കാണാൻ വരാഞ്ഞത്? തിയോൺ ഗ്രേജോയ് പറഞ്ഞു, അവർക്ക് സുഖമില്ല. ടിരിയൻ ചോദിച്ചു, അവർ വിന്റർഫെല്ലിലില്ല അല്ലേ? അവർ എവിടെ പോയി? തിയോൺ മറുപടി പറയാൻ മടിച്ചു. ടിരിയൻ പറഞ്ഞു, നിന്നെ പിടിച്ചുകൊണ്ടുവന്നവരോട് നിനക്കുള്ള കൂറ് സമ്മതിക്കണം. നിന്റെ അച്ഛൻ ബാലോൺ ഗ്രേജോയ് സ്വന്തം മകൻ ഇങ്ങനെ ശത്രുക്കളുടെ വേലക്കാരനായി നിൽക്കുന്നത് കണ്ടാൽ എന്തു കരുതും? ടിരിയൻ വീണ്ടും ചോദിച്ചു, ലാനിസ്പോർട്ടിൽ എന്റെ അച്ഛന്റെ കപ്പലുകൾ കത്തുന്ന കാഴ്ച ഞാനിപ്പോഴും ഓർക്കുന്നു. നിന്റെ അമ്മാവന്മാർ ആയിരുന്നില്ല അതിനു പിന്നിൽ? തിയോൺ പറഞ്ഞു, അതൊരു മനോഹരമായ കാഴ്ചയായിരുന്നു. ടിരിയൻ പറഞ്ഞു, നാവികർ ജീവനോടെ കത്തുന്നത് കാണുന്നതിലും ഭംഗിയുള്ള വേറെ കാഴ്ചയില്ലല്ലോ. അതെ, നിങ്ങളുടെ ആളുകൾക്ക് അതൊരു വലിയ വിജയമായിരുന്നു. പക്ഷേ അവസാനം എന്തു സംഭവിച്ചു എന്നത് ഓർക്കുമ്പോൾ നാണക്കേട് തോന്നുന്നു. അതൊരു വിഡ്ഢിത്തം നിറഞ്ഞ യുദ്ധമായിരുന്നു. യുദ്ധത്തിൽ നിന്റെ ചേട്ടന്മാർ മരിച്ചപ്പോൾ നിന്റെ അച്ഛന് അത് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ നീ ഇവിടെ നിന്റെ ശത്രുവിന്റെ സ്ക്വയറായി നിൽക്കുന്നു. സ്ക്വയർ എന്നത് പടയാളിയുടെ സഹായി അല്ലെങ്കിൽ പരിചാരകൻ എന്ന് വിളിക്കാം. തിയോൺ ദേഷ്യത്തോടെ പറഞ്ഞു, സൂക്ഷിച്ചു സംസാരിക്കുള്ള. ടിരിയൻ പറഞ്ഞു, ക്ഷമിക്കണം, ഞാൻ നിന്നെ വേദനിപ്പിച്ചു. തിയോണിന്റെ മറുപടിക്ക് കാത്തുനിൽക്കാതെ ഒരു നാണയം തിയോണിനു നേരെ എറിഞ്ഞുകൊടുത്തിട്ട് ടിറിയൻ അവിടെ നിന്നും നടന്നു നീങ്ങി. അടുത്ത സീനിൽ കാസിൽ ബ്ലാക്കിലെ മുറ്റത്ത് ജോൺ സ്നോ മറ്റു പുതിയ റിക്രൂട്ട്സിന് വാൾപൈറ്റ് പരിശീലിപ്പിക്കുകയായിരുന്നു. അവിടേക്ക് അലിസർ തോൺ പുതിയൊരു അംഗവുമായി എത്തി. സാംവെൽ ടാർലി എന്നായിരുന്നു അവന്റെ പേര്. സാംവെൽ ടാർലി പേടിയോടെ പറഞ്ഞു, എന്റെ പേര് സാംവെൽ ടാർലി.
ഞാൻ നൈറ്റ്സ് വാച്ചിൽ ചേരാൻ വന്നതാണ്. അലിസർ തോൺ സാമിനെ പരിഹസിക്കുകയും മറ്റ് നൈറ്റുകളോട് അവനെ ഉപദ്രവിക്കാൻ പറയുകയും ചെയ്തു. അവർ സാമിനെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. സാം തിരിച്ചടിച്ചില്ല. നിലത്തു വീണ സാമിനെ വീണ്ടും അടിക്കാൻ തുടങ്ങിയപ്പോൾ ജോൺ സ്നോ ഇടപെട്ടു. ജോൺ സ്നോ ഉറക്കെ പറഞ്ഞു, മതി, അവൻ തോൽവി സമ്മതിച്ചല്ലോ. അലിസർ തോൺ ജോണിനെ വെല്ലുവിളിച്ചു. ജോണിനെ ആക്രമിക്കാൻ തോൺ 3 പേരെ അയച്ചു. എന്നാൽ ജോൺ സ്നോ അവരെ 3 പേരെയും ഒറ്റയ്ക്ക് നേരിട്ട് തോൽപ്പിച്ചു. ദേഷ്യം വന്ന തോൺ അവിടെ നിന്നും പോയി. പിന്നീട് ജോണും സാമും സംസാരിച്ചിരിക്കുമ്പോൾ സാം ചോദിച്ചു, അയാള് നിന്നെ ഉപദ്രവിച്ചോ? ജോൺ സ്നോ പറഞ്ഞു, ഇതിലും വലുത് കിട്ടിയിട്ടുണ്ട്. ജോൺ സ്നോ മുന്നറിയിപ്പ് നൽകി, ഇവിടെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. സ്വയം ഡിഫൻഡ് ചെയ്യാൻ നീ പഠിക്കണം. സാമ്പൽ ടാർലി സങ്കടത്തോടെ പറഞ്ഞു, എനിക്കതിന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ഞാനൊരു കവേർഡാണ്, അതായത് പേടിത്തൊണ്ടനാണ്. അച്ഛൻ എപ്പോഴും അങ്ങനെയാണ് പറയാറ്. ജോൺ സ്നോ പറഞ്ഞു, ഈ മതിൽ കവേർഡ്സിനുള്ള സ്ഥലമല്ല. സാം പറഞ്ഞു, എനിക്കറിയാം. ക്ഷമിക്കണം, എന്നെ സഹായിച്ചതിന് നന്ദി പറയാൻ വന്നതാണ്. സാം പോകുമ്പോൾ ഗ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു, വൃത്തികെട്ട ഭീരു. നമ്മൾ അവനോട് സംസാരിക്കുന്നത് കണ്ടാൽ മറ്റുള്ളവർ വിചാരിക്കും നമ്മളും ഭീരുക്കളാണെന്ന്. ജോണിന് സാമിനോട് സഹതാപം തോന്നുന്നു. ഇവിടെ വെച്ച് ജോൺ സ്നോവും സാംവെൽ ടാർലിയും തമ്മിലുള്ള സൗഹൃദം ആരംഭിക്കുകയാണ്. സീൻ മാറുന്നത് ഡെനേറിസിലേക്കും സംഘത്തിലേക്കുമാണ്. അവർ ദോത്രാക്കികളുടെ മാതൃഭൂമിയായ വേസ്റ്റ് ദോത്രാക്കിൽ എത്തിച്ചേർന്നു. ആ സ്ഥലം കണ്ടപ്പോൾ വിസറിസിന് പുച്ഛമാണ് തോന്നിയത്. വിസറീസ് ടാർഗെറിയൻ പറഞ്ഞു, ഇതൊരു വെറും ചെളിക്കുണ്ടാണ്. ഇതാണ് ഈ സാവജസിനുണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ഇത് കേട്ട് ഇഷ്ടപ്പെടാതെ ഡെനേറിസ് പറഞ്ഞു, ഇവർ ഇപ്പോൾ എന്റെ ആളുകളാണ്, അവരെ സാവജസ് എന്ന് വിളിക്കരുത്. വിസറീസ് ദേഷ്യത്തോടെ പറഞ്ഞു, എനിക്കിഷ്ടമുള്ളത് ഞാൻ വിളിക്കും. ഇത് എന്റെ ആർമിയാണ്. ഖാൽ ഡ്രോഗോ എന്റെ ആൾക്കാരുമായി തെറ്റായ വഴിക്കാണ് പോകുന്നത്. ഡെനേറിസ് ജോറായോട് ഒരു സംശയം ഉന്നയിച്ചു. ഡെനേറിസ് ചോദിച്ചു, എന്റെ സഹോദരന് ഒരു ദോത്രാക്കി ആർമിയെ കിട്ടിയാൽ അവർക്ക് 7 കിങ്ഡംസ് പിടിച്ചടക്കാൻ കഴിയുമോ? ജോറ മോർമോണ്ട് പറഞ്ഞു, ദോത്രാക്കികൾ ഇന്നുവരെ നാരോ സീ കടന്നിട്ടില്ല. അവരുടെ കുതിരകൾക്ക് കുടിക്കാൻ പറ്റാത്ത വെള്ളത്തെ അവർക്ക് പേടിയാണ്. ഡെനേറിസ് വീണ്ടും ചോദിച്ചു, പക്ഷേ അവർ കടൽ കടന്നാലോ? ജോറ മോർമോണ്ട് പറഞ്ഞു, കിങ് റോബർട്ട് ഒരു വിഡ്ഢിയായതുകൊണ്ട് ചിലപ്പോൾ നേരിട്ടുള്ള യുദ്ധത്തിന് മുതിർന്നേക്കാം. പക്ഷെ അയാളുടെ ഉപദേശകർ ബുദ്ധിയുള്ളവരാണ്, നെഡ് സ്റ്റാർക്കിനെപ്പോലെയുള്ളവർ. നെഡ് സ്റ്റാർക്കിന്റെ പേര് കേട്ടപ്പോൾ ഡെനേറിസ് ജിജ്ഞാസയോടെ ചോദിച്ചു, നിങ്ങൾക്കവരെ അറിയാമോ? ജോറ മോർമോണ്ട് പറഞ്ഞു, ഒരു കാലത്ത് ഞാൻ അവർക്കൊപ്പം യുദ്ധം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നെഡ് സ്റ്റാർക്കിന് എന്റെ തല വേണം. അവരാണ് എന്നെ നാടുകടത്തിയത്. ഡെനേറിസ് ചോദിച്ചു, നിങ്ങൾ സ്ലേവ്സിനെ വിറ്റതുകൊണ്ടല്ലേ? ജോറ അത് സമ്മതിച്ചു. പണമില്ലാത്തതുകൊണ്ടും ആഡംബരപ്രിയയായ ഭാര്യയുണ്ടായിരുന്നതുകൊണ്ടും താൻ അടിമക്കച്ചവടം നടത്തിയെന്ന് ജോറ വെളിപ്പെടുത്തി. അടുത്ത സീനിൽ സ്മോൾ കൗൺസിൽ മീറ്റിംഗ് നടക്കുകയാണ്. നഗരത്തിൽ നടക്കുന്ന കുഴപ്പങ്ങളെക്കുറിച്ചായിരുന്നു ചർച്ച. ജാനോസ് ലിൻഡ് പറഞ്ഞു, ഈ ഹാൻഡ്സ് ടൂർണമെന്റാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നെഡ് സ്റ്റാർക്ക് തിരുത്തിക്കൊണ്ടു പറഞ്ഞു, ഇത് കിങ്സ് ടൂർണമെന്റാണ്. ഹാൻഡിന് ഇതിൽ വലിയ താൽപ്പര്യമൊന്നുമില്ല. നഗരത്തിൽ ജനത്തിരക്കും അക്രമങ്ങളും കൂടിയെന്നും അത് നിയന്ത്രിക്കാൻ കൂടുതൽ ആളുകളെ വേണമെന്നും ജാനോസ് ലിൻഡ് ആവശ്യപ്പെട്ടു. നെഡ് സ്റ്റാർക്ക് അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്തുകൊടുത്തു. മീറ്റിംഗ് കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോകുമ്പോൾ നെഡ് ഗ്രാൻഡ് മേസ്റ്റർ പൈസലിനെ തടഞ്ഞു നിർത്തി. നെഡ് സ്റ്റാർക്ക് ചോദിച്ചു, എനിക്ക് ജോൺ ആരിനെക്കുറിച്ച് സംസാരിക്കണം. മരിക്കുന്നതിന്റെ തലേദിവസം അദ്ദേഹം എന്തിനാണ് അങ്ങയെ കാണാൻ വന്നത്? ഗ്രാൻഡ് മേസ്റ്റർ പൈസൽ പറഞ്ഞു, അദ്ദേഹം ഒരു പുസ്തകത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. നെഡ് സ്റ്റാർക്ക് ആകാംക്ഷയോടെ ചോദിച്ചു, ഒരു പുസ്തകമോ? ഏതു പുസ്തകം? പൈസൽ, അതൊരു പഴയ വലിയ പുസ്തകമാണെന്ന് പറഞ്ഞു. നെഡ് സ്റ്റാർക്ക് ഉറപ്പിച്ചു പറഞ്ഞു, എനിക്കത് വായിക്കണം. കിങ്സ് ലാൻഡിംഗിൽ ഗ്രാൻഡ് മേസ്റ്റർ പൈസലിന്റെ മുറിയിൽ അദ്ദേഹം ഒരു വലിയ പഴയ പുസ്തകം നെഡിന് കൈമാറി. 7 കിങ്ഡംസിലെ വലിയ തറവാടുകളുടെ ചരിത്രമായിരുന്നു ആ പുസ്തകത്തിലുണ്ടായിരുന്നത്. അത് കൈപ്പറ്റുന്നതിനിടയിൽ നെഡ് ഒരു സംശയമുന്നയിച്ചു. എഡ്വാർഡ് സ്റ്റാർക്ക് ചോദിച്ചു, ഈ പുസ്തകം വെച്ച് ജോൺ ആരിൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം അങ്ങയോട് പറഞ്ഞിരുന്നോ? ഗ്രാൻഡ് മേസ്റ്റർ പറഞ്ഞു, ഇല്ല മൈലോഡ്, ഞാനത് ചോദിക്കാനും പോയില്ല. ജോൺ ആരിന്റെ മരണത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ നെഡ് ശ്രമിച്ചു. എഡ്വാർഡ് ചോദിച്ചു, മരിക്കുന്നതിന് തൊട്ടുമുൻപ് അദ്ദേഹം അങ്ങയോടെന്തെങ്കിലും പറഞ്ഞിരുന്നോ? മേസ്റ്റർ ഓർത്തെടുത്തു. പ്രധാനപ്പെട്ടതൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു വാചകം അദ്ദേഹം ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. ദ സീഡ് ഈസ് സ്ട്രോങ്, വിത്ത് ശക്തമാണ്. അതായിരുന്നു ആ വാചകം. എഡ്വാർഡ് സ്റ്റാർക്ക് അത്ഭുതത്തോടെ ചോദിച്ചു, ദ സീഡ് ഈസ് സ്ട്രോങ്, അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? പൈസൽ അത് കാര്യമായി എടുത്തില്ല.
ജോൺ ആരിന്റെ മരണം സ്വാഭാവികമായ അസുഖം മൂലമാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ നെഡിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എഡ്വാർഡ് സ്റ്റാർക്ക് സംശയത്തോടെ പറഞ്ഞു, വിഷം. ഗ്രാൻഡ്മാസ്റ്റർ പറഞ്ഞു, വിഷം സ്ത്രീകളുടെ ആയുധമല്ലേ? അങ്ങനെ ആ പുസ്തകവുമായി നെഡ് അവിടെ നിന്നും ഇറങ്ങി. സീൻ ആരംഭിക്കുന്നത് കാസിൽ ബ്ലാക്കിലെ മതിലിനു മുകളിലാണ്. കാവൽ നിൽക്കുന്ന ജോണിന്റെ അടുത്തേക്ക് സാം വന്നു. സാംവെൽ ടാർലി പറഞ്ഞു, ഹലോ, ഞാനാണ് നിന്റെ പുതിയ വാച്ച് പാർട്ട്ണർ എന്ന് സർ അലിസർ പറഞ്ഞു. എനിക്ക് കണ്ണിനത്ര കാഴ്ചയില്ല. തണുത്തു വിറയ്ക്കുന്ന സാമിനെ ജോൺ തീയിനടുത്തേക്ക് വിളിച്ചു. സാം തന്റെ അവസ്ഥ ജോണിനോട് വിവരിച്ചു. ജോൺ സ്നോ ചോദിച്ചു, നിനക്ക് പൊരുതാൻ അറിയില്ല, കാഴ്ചയില്ല, ഉയരം പേടിയാണ്. പിന്നെ നീ എന്തിനാണ് സാം ഇവിടേക്ക് വന്നത്? സാം തന്റെ സങ്കടകരമായ കഥ പറഞ്ഞു തുടങ്ങി. സാംവെൽ ടാർലി പറഞ്ഞു, എന്റെ 18ാം ജന്മദിനത്തിൽ അച്ഛൻ എന്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞു, നീയിപ്പോൾ ഒരു പുരുഷനായിരിക്കുന്നു, പക്ഷേ എന്റെ പാരമ്പര്യമോ സ്വത്തോ നോക്കി നടത്താൻ നിനക്ക് യോഗ്യതയില്ല. നാളെ നീ നൈറ്റ്സ് വാച്ചിൽ ചേരണം. അതിന് തയ്യാറായില്ലെങ്കിൽ നമ്മൾ ഒരു നായാട്ടിനു പോകും. അവിടെ വെച്ച് കുതിരപ്പുറത്തുനിന്ന് വീണ് നീ മരിച്ചു എന്ന് ഞാൻ അമ്മയോട് പറയും. ഇതിലും കൂടുതൽ സന്തോഷം തരുന്ന മറ്റൊന്നും എനിക്കില്ലെന്നും അച്ഛൻ പറഞ്ഞു. ഇതുകേട്ട ജോണിന് സാമിനോട് സഹതാപം തോന്നി. സാംവെൽ ടാർലി നിരാശയോടെ ചോദിച്ചു, നാളെയും സർ അലിസർ എന്നെക്കൊണ്ട് പൊരുതിക്കില്ലേ? ജോൺ സ്നോ പറഞ്ഞു, അതെ. പക്ഷേ ഇതിലും മോശമാകാൻ ഇനി വഴിയില്ലല്ലോ. അടുത്ത സീനിൽ കിങ്സ് ലാൻഡിംഗിലെ പൂന്തോട്ടത്തിൽ വെച്ച് ലിറ്റിൽ ഫിംഗർ നെഡിനെ സമീപിച്ചു. ജോൺ ആരിന്റെ പഴയ സ്ക്വയറായിരുന്ന സർ ഹ്യൂവിനെക്കുറിച്ച് ലിറ്റിൽ ഫിംഗർ സൂചന നൽകി. പെറ്റർ ബെയ്ലിഷ് പറഞ്ഞു, സർ ഹ്യൂവിനെ നിങ്ങൾക്കറിയാമോ? ജോൺ ആരിൻ മരിച്ചയുടനെ അവന് നൈറ്റ് പദവി ലഭിച്ചു. എഡ്വാർഡ് സ്റ്റാർക്ക് സംശയത്തോടെ ചോദിച്ചു, എന്തിന്? നിങ്ങൾ എന്തിനാണിതെല്ലാം എന്നോട് പറയുന്നത്? പെറ്റർ ബെയ്ലിഷ് പറഞ്ഞു, നിങ്ങളെ സഹായിക്കാമെന്ന് ഞാൻ കാറ്റിന് വാക്ക് നൽകിയിരുന്നു. താൻ സർ ഹ്യൂവിനെ പോയി കാണുമെന്ന് നെഡ് പറഞ്ഞു. എന്നാൽ ലിറ്റിൽ ഫിംഗർ നെഡിനെ തടഞ്ഞു. കൊട്ടാരത്തിൽ എല്ലായിടത്തും ചാരന്മാരുണ്ടെന്ന് അയാൾ ഓർമ്മിപ്പിച്ചു. പെറ്റർ ബെയ്ലിഷ് ചൂണ്ടിക്കാണിച്ചു. അവിടെ നിൽക്കുന്ന പയ്യനെ കണ്ടോ? വാറിസിന്റെ പക്ഷികളിൽ ഒന്നാണത്. ദ സ്പൈഡർ നിങ്ങളുടെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുന്നുണ്ട്. രാജ്ഞിയുടെ ആളുകളും ഇവിടെയുണ്ട്. അതുകൊണ്ട് വിശ്വസ്തനായ ഒരാളെക്കൊണ്ട് സർ ഹ്യൂവിനെ രഹസ്യമായി ചോദ്യം ചെയ്യാൻ ലിറ്റിൽ ഫിംഗർ ഉപദേശിച്ചു. കൂടാതെ നഗരത്തിലുള്ള ഒരു ആർമൊററിനെ, അതായത് ആയുധനിർമ്മാതാവിനെ പോയി കാണാനും പറഞ്ഞു. എഡ്വാർഡ് സ്റ്റാർക്ക് ചോദിച്ചു, എന്തിന്? പെറ്റർ ബെയ്ലിഷ് പറഞ്ഞു, മരിക്കുന്നതിനു മുൻപ് ജോൺ ആരിൻ പലതവണ ആ ആർമൊററിനെ സന്ദർശിച്ചിരുന്നു. ലിറ്റിൽ ഫിംഗറിനെ സംശയിച്ചതിൽ നെഡ് ഖേദം പ്രകടിപ്പിച്ചു. പെറ്റർ ബെയ്ലിഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങിയ ശേഷം നിങ്ങൾ ചെയ്ത ഏറ്റവും ബുദ്ധിപരമായ കാര്യമാണ് എന്നെ സംശയിക്കുക എന്നത്. അടുത്തതായി നെഡിന്റെ നിർദ്ദേശപ്രകാരം ജോറി കാസൽ സർ ഹ്യൂവിനെ കാണാൻ ചെന്നു. അയാൾ ജൌസ്റ്റിംഗിന് തയ്യാറെടുക്കുകയായിരുന്നു. ജോറി കാസൽ പറഞ്ഞു, ഞാൻ വരുന്നത് ഹാൻഡ് ഓഫ് ദ കിങ്ങിന് വേണ്ടിയാണ്. എന്നാൽ സർ ഹ്യൂ തികഞ്ഞ അഹങ്കാരത്തോടെയാണ് പെരുമാറിയത്. സർ ഹ്യൂ പറഞ്ഞു, എനിക്ക് തിരക്കാണ്. നിങ്ങളുടെ പേര് ഞാൻ കേട്ടില്ല സർ. ജോറി കാസൽ പറഞ്ഞു, എന്നെ സർ എന്ന് വിളിക്കേണ്ട. ഞാനൊരു നൈറ്റല്ല. അതിന് മറുപടിയായി സർ ഹ്യൂ പുച്ഛത്തോടെ പറഞ്ഞു, ശരി, പക്ഷെ ഞാനൊരു നൈറ്റാണ്. അയാൾ ജോറിയോട് സംസാരിക്കാൻ വിസമ്മതിച്ചു. അവസാന സീനിൽ നെഡും ജോറിയും കൂടി ലിറ്റിൽ ഫിംഗർ പറഞ്ഞ ആർമററിന്റെ അടുത്തേക്ക് പോയി. ടോബോമോട്ട് പറഞ്ഞു, മുൻപത്തെ ഹാൻഡ് ഓഫ് ദ കിങ് പലതവണ ഇവിടെ വന്നിരുന്നു, പക്ഷെ ആയുധങ്ങൾ വാങ്ങാനായിരുന്നില്ല. എഡ്വാർഡ് സ്റ്റാർക്ക് ചോദിച്ചു, പിന്നെ എന്തിനാണ് ജോൺ ആരിൻ വന്നത്? ടോബോമോട്ട് പറഞ്ഞു, അദ്ദേഹം എപ്പോഴും ആ പയ്യനെ കാണാനാണ് വന്നത്. നെഡ് ആ പയ്യനെ കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ജെൻട്രി എന്നായിരുന്നു അവന്റെ പേര്. അവനുണ്ടാക്കിയ ഒരു ഹെൽമറ്റ് നെഡ് പരിശോധിച്ചു. എഡ്വാർഡ് സ്റ്റാർക്ക് പറഞ്ഞു, നല്ല പണിയാണ്. ജെൻട്രി പറഞ്ഞു, അത് വിൽപ്പനയ്ക്കുള്ളതല്ല. ടോബോമോട്ട് ദേഷ്യപ്പെട്ടെങ്കിലും നെഡ് അത് കാര്യമാക്കിയില്ല. ജോൺ ആരിൻ തന്നോട് സംസാരിച്ച കാര്യങ്ങൾ ജെൻട്രി നെഡിനോട് പറഞ്ഞു. ജെൻട്രി പറഞ്ഞു, അദ്ദേഹം എന്റെ ജോലിയെക്കുറിച്ചാണ് ആദ്യം ചോദിച്ചത്. പിന്നെ എന്റെ അമ്മയെക്കുറിച്ചും ചോദിച്ചു. എഡ്വാർഡ് സ്റ്റാർക്ക് ചോദിച്ചു, നിന്റെ അമ്മയെക്കുറിച്ചോ? നീ എന്തു പറഞ്ഞു? ജെൻട്രി പറഞ്ഞു, എനിക്ക് ചെറുപ്പമായിരുന്നപ്പോൾ അമ്മ മരിച്ചുപോയി. അവർക്ക് സ്വർണ്ണ നിറമുള്ള മുടിയായിരുന്നു. ഇടയ്ക്ക് അവർ എനിക്ക് പാട്ടുപാടിത്തരുമായിരുന്നു. നെഡ് ആ പയ്യനെ സൂക്ഷിച്ചു നോക്കി. ജെൻട്രിയുടെ രൂപത്തിന് റോബർട്ട് രാജാവിനോട് നല്ല സാദൃശ്യമുണ്ടായിരുന്നു. തിരികെ നടക്കുമ്പോൾ ജോറി ചോദിച്ചു, എന്തെങ്കിലും മനസ്സിലായോ? എഡ്വാർഡ് സ്റ്റാർക്ക് പറഞ്ഞു, കിങ് റോബർട്ട്സ് ബാസ്റ്റേഡ് സൺ, റോബർട്ട് രാജാവിന്റെ മകൻ. അടുത്ത സീൻ ദോത്രാക്കി ക്യാമ്പിലാണ്. വിസറീസ് ദേഷ്യത്തോടെ ഡെനേറിസിന്റെ ടെന്റിലേക്ക് കടന്നുവന്നു. ഡെനേറിസ് അത്താഴത്തിന് ക്ഷണിച്ചതായിരുന്നു വിസറീസിനെ പ്രകോപിപ്പിച്ചത്. വിസറീസ് ടാർഗേറിയൻ അലറി, എന്നോട് ആജ്ഞാപിക്കാൻ നീ വേലക്കാരെ വിടുന്നു? ഞാൻ നിന്റെ രാജാവാണ്. ഡെനേറീസ് അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. വിസറീസിന് ധരിക്കാനായി ദോത്രാക്കി വസ്ത്രങ്ങൾ അവൾ സമ്മാനമായി നൽകി. എന്നാൽ വിസറീസ് അത് വലിച്ചെറിഞ്ഞു. വിസറീസ് ഡെനേറീസിനെ അടിച്ചു. എന്നാൽ ഇത്തവണ
ഡെനേറീസ് തിരിച്ചടിച്ചു. തന്റെ അരയിലുണ്ടായിരുന്ന സ്വർണമാല കൊണ്ട് അവനെ അടിച്ചുവീഴ്ത്തി. വിസറീസ് ടാർഗേറിയൻ ഞെട്ടലോടെ പറഞ്ഞു, യു വോക്കൻ ദ ഡ്രാഗൺ, നീ ഡ്രാഗണെ ഉണർത്തിയിരിക്കുന്നു. ഡെനേറീസ് ടാർഗേറിയൻ ധൈര്യത്തോടെ പറഞ്ഞു, ഞാൻ ദോത്രാക്കികളുടെ ഖലീസിയാണ്, മഹാനായ ഖാൽ ഡ്രോഗോയുടെ ഭാര്യ. അടുത്ത തവണ നീ എനിക്കെതിരെ കൈയോങ്ങിയാൽ പിന്നെ നിനക്ക് കൈകളുണ്ടാവില്ല. വിസറീസ് പേടിച്ച് അവിടെ നിന്നും പോയി. പിന്നീട് കാസിൽ ബ്ലാക്കിൽ ജോണും സാമും കൂടി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർ പെണ്ണുങ്ങളെക്കുറിച്ച് സംസാരിച്ചു. ജോൺ പലരുമായും കിടക്ക പങ്കിട്ടിട്ടുണ്ടെന്ന് സാം കരുതി. എന്നാൽ താൻ ആരുമായും ബന്ധപ്പെട്ടിട്ടില്ലെന്ന് ജോൺ വെളിപ്പെടുത്തി. സാംവെൽ ടാർലി അത്ഭുതത്തോടെ ചോദിച്ചു, അതെന്താ, നിനക്ക് അവസരം കിട്ടാഞ്ഞിട്ടാണോ? ജോൺ സ്നോ പറഞ്ഞു, അവസരമുണ്ടായിരുന്നു, റോസ് എന്നൊരു പെൺകുട്ടി. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. സാംവെൽ ടാർലി ചോദിച്ചു, എന്തിന്? ജോൺ സ്നോ വിഷമത്തോടെ പറഞ്ഞു, എന്റെ പേര് സ്നോ എന്നാണ്. ഞാനൊരു ബാസ്റ്റേഡാണ്. എന്റെ അമ്മ ആരാണെന്ന് പോലും എനിക്കറിയില്ല. ആ പെൺകുട്ടി ഗർഭിണിയായാൽ ജനിക്കുന്ന കുട്ടിയും മറ്റൊരു സ്നോ ആയിരിക്കും. ഒരു ബാസ്റ്റേഡായി ജീവിക്കുന്നത് എത്രത്തോളം ബുദ്ധിമുട്ടാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാനതിന് മുതിർന്നില്ല. സീന ആരംഭിക്കുന്നത് ഡെനേറിസിന്റെ ടെന്റിലാണ്. വിസറീസിനെ അടിച്ചതിനുശേഷം ജോറായോട് സംസാരിക്കുകയായിരുന്നു അവൾ. ഡെനേറീസ് ടാർഗേറിയൻ പറഞ്ഞു, ഞാൻ അവനെ അടിച്ചു. ഞാൻ ഡ്രാഗണെയാണ് അടിച്ചത്. ജോറ മോർമോണ്ട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ റേഗർ ആയിരുന്നു അവസാനത്തെ ഡ്രാഗൺ. വിസറീസ് വെറുമൊരു പാമ്പിന്റെ നിഴൽ മാത്രമാണ്. വിസറീസിനെ അയറൺ ത്രോണിൽ ഇരുത്താൻ ആഗ്രഹമുണ്ടോ എന്ന് ജോറ ഡെനേറിസിനോട് ചോദിച്ചു. ഡെനേറീസ് ടാർഗേറിയൻ സത്യം പറഞ്ഞു, ഇല്ല, അവന് ഒരിക്കലും ഞങ്ങളെ വീട്ടിലെത്തിക്കാൻ കഴിയില്ല. അടുത്ത സീൻ ഹാൻഡ് ഓഫ് ദി കിങ്സ് ടൂർണമെന്റ് നടക്കുന്ന മൈതാനത്താണ്. സാൻസയും സെപ്റ്റയും കളി കാണാനിരിക്കുകയാണ്. അവിടേക്ക് ലിറ്റിൽ ഫിംഗർ പെറ്റാർ ബേലിഷ് വന്നു. ജോഫ്രി സാൻസയെ നോക്കാതെ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു. മത്സരത്തിനു തൊട്ടുമുൻപ് റോബർട്ട് രാജാവ് അക്ഷമനായി വിളിച്ചു പറഞ്ഞു, സ്റ്റാർട്ട് ദ ഡാം ജൌസ്റ്റ്. കളി തുടങ്ങൂ. മത്സരത്തിൽ സേർ ഗ്രെഗർ ക്ലഗേൻ, അതായത് ദി മൗണ്ടനും സേർ ഹ്യൂവും തമ്മിലായിരുന്നു പോരാട്ടം. ആദ്യ റൗണ്ടിൽ കുഴപ്പമൊന്നുമുണ്ടായില്ല. എന്നാൽ രണ്ടാം റൗണ്ടിൽ ദ മൗണ്ടനിന്റെ കുന്തം സേർ ഹ്യൂവിന്റെ കഴുത്തിൽ തുളച്ചുകയറി. സാൻസയുടെ കൺമുന്നിൽ വെച്ച് ചോര ചീറ്റി സേർ ഹ്യൂ മരിച്ചു വീണു. ഇതുകണ്ട് ഭയന്നുപോയ സാൻസയോട് ലിറ്റിൽ ഫിംഗർ ഒരു കഥ പറഞ്ഞു. മൗണ്ടനും അവന്റെ അനിയനായ ദ ഹൗണ്ടും തമ്മിലുള്ള കഥ. പെറ്റാർ ബെയ്ലിഷ് പറഞ്ഞു, ഇത് നിനക്ക് പുതിയൊരറിവാണല്ലേ. പണ്ട് ദ ഹൗണ്ട് കുട്ടിയായിരുന്നപ്പോൾ തീയിലിരുന്ന് ഒരു കളിപ്പാട്ടം വെച്ച് കളിക്കുകയായിരുന്നു. അത് ഗ്രിഗറിന്റെ, അതായത് ദ മൗണ്ടനിന്റെ കളിപ്പാട്ടമായിരുന്നു. ഗ്രിഗർ ഒന്നും മിണ്ടാതെ തന്റെ അനിയനെ തൂക്കിയെടുത്ത് കത്തുന്ന കനലിലേക്ക് അവന്റെ മുഖം അമർത്തിപ്പിടിച്ചു. ആ കുട്ടി കിടന്ന് നിലവിളിച്ചപ്പോഴും ഗ്രിഗർ പിടിവിട്ടില്ല. അങ്ങനെയാണ് ഹൗണ്ടിന്റെ മുഖം വെന്തുപോയത്. ഇതുകേട്ട് സാൻസ ഞെട്ടിപ്പോയി. അടുത്ത സീനിൽ നെഡിന്റെ മുറിയിലേക്ക് രാജ്ഞിയായ സെർസി കടന്നുവന്നു. അവർ തമ്മിൽ അത്ര രസത്തിലല്ല സംസാരിച്ചത്. നെഡ് ഈ ടൂർണമെന്റിൽ പങ്കെടുക്കാത്തതിനെ സെർസി ചോദ്യം ചെയ്തു. നെഡ് സ്റ്റാർക്ക് പറഞ്ഞു, രാജാവിനെയും രാജ്യത്തെയും സേവിക്കാനാണ് ഞാൻ വന്നത്. സെർസി ബരാത്തിയോൺ പുച്ഛത്തോടെ പറഞ്ഞു, യുവർ ജസ്റ്റ് എ സോൾജർ. നിങ്ങളൊരു പട്ടാളക്കാരൻ മാത്രമാണ്. ആജ്ഞകൾ അനുസരിക്കാൻ മാത്രമേ നിങ്ങൾക്കറിയൂ. യുദ്ധം നയിക്കാൻ നിങ്ങളുടെ ചേട്ടനെ പഠിപ്പിച്ചു, പിന്തുടരാൻ നിങ്ങളെയും. അതിന് നെഡ് നൽകിയ മറുപടി മൂർച്ചയുള്ളതായിരുന്നു. ശത്രുക്കളെ കൊല്ലാനും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് യോർ ഗ്രേസ്. എപ്പിസോഡിന്റെ അവസാന സീൻ നടക്കുന്നത് കിങ്സ് റോഡിലുള്ള ഒരു സത്രത്തിലാണ്. വിന്റർഫെല്ലിലേക്ക് മടങ്ങുന്ന കാറ്റലിൻ സ്റ്റാർക്കും റോഡ്രിക്കും അവിടെ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അവിടേക്ക് അപ്രതീക്ഷിതമായി ടിറിയൻ ലാനിസ്റ്ററും നൈറ്റ്സ് വാച്ചിലെ യോറനും കടന്നുവന്നു. കാറ്റലിൻ മുഖം മറച്ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ടിറിയൻ അവരെ തിരിച്ചറിഞ്ഞു. ടിറിയൻ ലാനിസ്റ്റർ പറഞ്ഞു, ലേഡി സ്റ്റാർക്ക്, എന്തൊരു അപ്രതീക്ഷിത കൂടിക്കാഴ്ചയാണിത്. എന്നാൽ കാറ്റലിൻ എഴുന്നേറ്റുനിന്നു. ആ സത്രത്തിലുണ്ടായിരുന്ന മറ്റു പടയാളികളെ അവർ പേരെടുത്തു വിളിച്ചു. കാറ്റലിൻ സ്റ്റാർക്ക് ചോദിച്ചു, അവിടെയിരിക്കുന്നത് ഹൗസ് വെന്റിലെ പടയാളിയല്ലേ? ലേഡി വെന്റ് എന്റെ അച്ഛന്റെ വിശ്വസ്തയല്ലേ? അയാൾ അത് ശരിവച്ചു. ഹൗസ് ബ്രാക്കൻ, ഹൗസ് ഫ്രേ തുടങ്ങിയ തറവാടുകളിലെ പടയാളികളും അവിടെയുണ്ടായിരുന്നു. അവരെല്ലാം തന്റെ അച്ഛന്റെ, അതായത് റിവറണ്ണിലെ ഹോസ്റ്റർ ടള്ളിയുടെ വിശ്വസ്തരാണെന്ന് കാറ്റലിൻ ഉറപ്പുവരുത്തി. കാറ്റലിൻ സ്റ്റാർക്ക് ഉറക്കെ പ്രഖ്യാപിച്ചു, ഈ നിൽക്കുന്ന മനുഷ്യൻ ഒരു അതിഥിയായി എന്റെ വീട്ടിൽ വരികയും എന്റെ 10 വയസ്സുള്ള മകനെ കൊല്ലാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്തു. ടിറിയൻ ഞെട്ടിത്തെറിച്ചു നിൽക്കുകയായിരുന്നു. കാറ്റലിൻ സ്റ്റാർക്ക് ആജ്ഞാപിച്ചു, റോബർട്ട് രാജാവിന്റെ നാമത്തിൽ ഞാൻ ആവശ്യപ്പെടുന്നു, അവനെ പിടിച്ചുകെട്ടു. അവനെ വിന്റർഫെല്ലിൽ എത്തിക്കാൻ എന്നെ സഹായിക്കൂ. കാറ്റലിന്റെ വാക്കുകൾ കേട്ട് സത്രത്തിലുണ്ടായിരുന്ന പടയാളികൾ എല്ലാവരും ടിറിയന് നേരെ തിരിഞ്ഞു. വാളുകൾക്ക് നടുവിൽ നിൽക്കുന്ന ടിറിയനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അവസാനിക്കുന്നു. അങ്ങനെ കാറ്റ്ലിൻ സ്റ്റാർക്ക് ആ വലിയ റിസ്ക് എടുത്തു.
ടിരിയൻ ലാനിസ്റ്ററിനെ തടവിലാക്കിയ ഈ ഒരൊറ്റ സംഭവം സെവൻ കിങ്ഡംസിനെ തന്നെ യുദ്ധത്തിലേക്ക് തള്ളിവിടും. ലാനിസ്റ്ററുകൾ ഇതിന് എങ്ങനെ തിരിച്ചടി നൽകും? സഹോദരനെ തൊട്ടതിന് ജെയ്മെ ലാനിസ്റ്റർ നെഡ് സ്റ്റാർക്കിനോട് എങ്ങനെയാകും പകരം ചോദിക്കുക? ഇതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ ഗെയിം ഓഫ് ത്രോൺസ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. See you in the next episode.